ഈശോൻ തന്നെ സ്വിറ്റ്സർലൻഡിൽ ജോലി ഒരുക്കി കൊടുത്തു. അപ്പോൾ സ്വിറ്റ്സർലൻഡിലേക്ക് അപ്പോൾ ഞാൻ വിചാരിച്ചു ടൂറിസ്റ്റ് വിസ അല്ലെങ്കിൽ വിസിറ്റിങ്ങിൽ പോയതിന് ശേഷം ഗ്രീസിലേക്ക് പോവാം, അവിടെ നിന്ന് ഷെങ്കൻ വിസ ആകുമ്പോൾ ഈസി മൂവ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അപ്പോൾ അങ്ങനെ ഇരുന്ന സമയത്ത് അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു എടുത്ത് ചാടി ചെയ്യണോ, നമുക്ക് കുറച്ചുകൂടി നോക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല, എൻ്റെ മനസ്സിൽ ഞാൻ പറഞ്ഞു ഇല്ല, മാതാവ് പറഞ്ഞതാണ്, ആര് പറഞ്ഞാലും ചെയ്യില്ല, എൻ്റെ വചനം അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠം. പക്ഷെ വേറൊരു ഓപ്ഷൻ ഇല്ല. ഞാൻ പ്രാർത്ഥിച്ചൊക്കെ ഒരുങ്ങി സ്വിസ് വിസ അപ്ലൈ ചെയ്യാൻ വേണ്ടി എനിക്ക് കൊച്ചിയിൽ സ്ലോട്ട് ഉണ്ടായിട്ടും പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാൻ വേണ്ടി ഞാൻ ബാംഗ്ലൂർ പോയി. എൻ്റെ അമ്മയ്ക്ക് എല്ലാ ഭാഷകളിലും ഉള്ള പത്രം പ്രേക്ഷിത പ്രവർത്തനം ചെയ്യണമെന്ന് ആഗ്രഹമായിരുന്നു. അത് മാനിച്ച് ഞാൻ ബാംഗ്ലൂരിൽ 3 ദിവസം എക്സ്ട്രാ, ഒരു ദിവസത്തെ ആവശ്യമുള്ളൂ, 3 ദിവസം പോയി. അവിടെ നിങ്ങൾക്കറിയാമായിരിക്കും ധർമാരം സെൻറ്റ് തോമസ് ചർച്ചിൽ എന്നും മാസ് അറ്റൻഡ് ചെയ്തു. അങ്ങനെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്തു, വിസയ്ക്ക് അപ്ലൈ ചെയ്തു. തിരിച്ച് ഗോപാലന്മാള് ബാംഗ്ലൂർ VFSന് മുറ്റത്ത് വന്നപ്പോൾ കൊടിയ വെയിൽ, ആ വെയിലത്തും ഒരു വലിയ മഴവില്ല് എനിക്ക് വേണ്ടി അവിടെ വിരിഞ്ഞു. ഞാനവിടെ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു.